നമ്മുടെ മനസ്സ് വികസിപ്പിക്കാൻ നമുക്ക് തന്നെ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കില്ല. കാരണം നമുക്കതിനെക്കുറിച്ചൊട്ടും അറിയില്ല. ഈ ഒരു വിഷയം നമ്മുടെ പാഠ്യപദ്ധതികളൊന്നും ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗീതയിൽ നമ്മുടെ മനസ്സെന്താണെന്നൊരു അറിവ് നമുക്ക് തരും. അപ്പൊ നമ്മൾ ആരാണ്, നമ്മുടെ മനസ്സെന്താണ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ബോധ മനസ്സിലൂടെയാണ് നാം സകല അനുഭവങ്ങളും അനുഭവിക്കുന്നത്. ബോധ മനസ്സില്ല എങ്കിൽ ഉണരാൻ സാധ്യല്ല. ഒരു സെൻസ് ഓർഗൻസിലൂടെയും നമുക്ക് അറിയാനോ അനുഭവിക്കാനോ ഫീൽ ചെയ്യാനോ ഒന്നും സാധ്യല്ല. നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത്, ഓർക്കാൻ സാധിക്കുന്നത്, ഓർത്ത് പറയാൻ സാധിക്കുന്നത്, എല്ലാ വികാരങ്ങളും പങ്കുവെക്കാൻ സാധിക്കുന്നത്, ചിന്തിക്കാൻ സാധിക്കുന്ന ഒക്കെ ഈ ബോധ മനസ്സുള്ളത് കൊണ്ടാണ്. അപ്പൊ ബോധ മനസ്സെന്നൊരു ശക്തി വിശേഷത്തിലൂടെയാണ് നാം ജീവിതത്തെ കാണുന്നത്, ലോകത്തെ കാണുന്നത്, അനുഭവങ്ങളെ ആസ്വദിക്കുന്നത്. പക്ഷെ ആ ബോധ മനസ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായൊരു അറിവില്ല. അപ്പൊ ആ അറിവ് ഗീത നമുക്ക് പങ്കുവെക്കുകയാണ്. എന്താണത്? ഈ ബോധ മനസ്സ് എന്ന് പറയുന്ന ശക്തിയാണ്, ചിന്തകളും ശക്തിയാണ്. ഈ ശക്തി എന്ന് പറയുന്നത് ബോധശക്തിയാണ്. എന്താണ് ഈ ബോധശക്തി എന്ന് പറഞ്ഞാൽ? നമുക്ക് അറിയാനും അനുഭവിക്കാൻ ഫീൽ ചെയ്യാനൊക്കെ സാധിക്കുന്ന ബോധശക്തിയാണ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ബോധശക്തി അനന്തമാണ്. അതിന് ആ ബോധശക്തിക്ക് പ്രത്യേക രൂപമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം ശക്തിക്ക് പ്രത്യേകിച്ച് രൂപമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ശക്തി വിശേഷം സ്വതന്ത്രമാണ്. സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു ചിന്തകളിലും ആ ബോധം പരിമിതപ്പെടുന്നില്ല, കൺഫൈൻഡ് ആകുന്നില്ല. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഫോക്കസ് മറ്റു പല കാര്യങ്ങളിലേക്കും തിരിച്ചുവിടാനുള്ള ഒരു ഫ്രീഡം, ഒരു സ്പേസ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നാം ഒരു വിഷമത്തിലോ വിഷാദത്തിലോ നിറഞ്ഞു നിന്നാൽ പോലും, മുങ്ങി നിന്നാൽ പോലും, ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന സമയത്ത്, പുറത്ത് തട്ടിയൊന്ന് സമാധാനിപ്പിക്കുന്ന സമയത്ത് ആ നല്ല ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകളിൽ നിന്നും ഒരു അയവ് വരുത്തി കുറച്ചൊരു സമാധാനവും ശാന്തിയും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നല്ല വ്യക്തല്ലേ ഈ ബോധം ഒരിക്കലും ഒരു ചിന്തയിലും കുരുങ്ങിക്കിടക്കുന്നില്ല എന്നത്. അപ്പൊ ബോധത്തിന്റെ ഒരു വിശാലത, ബോധത്തിന്റെ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്, നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടാൻ പറ്റുന്നത്. വെള്ളം ഒരു പുഴയിലൂടെ അല്ലെങ്കിൽ തോടിലൂടെ ഒഴുകുമ്പോൾ നാം വിചാരിക്കും വെള്ളം ആ തോട്ടിൽ പരിമിതപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊരു ചാല് കീറി മറ്റൊരു തോടുണ്ടാക്കി ആ വെള്ളത്തെ നമ്മൾ അതിലെ കടത്തി വിട്ടു കഴിഞ്ഞാൽ ആ വെള്ളം അതിലേ ഒഴുകും. എന്നതുപോലെ ബോധം സ്വതന്ത്രമായതുകൊണ്ട് ആ സ്വതന്ത്രമായ ബോധത്തെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചുവിടാൻ സാധിക്കും. അപ്പൊ സ്വതന്ത്രമായ ബോധത്തിലാണ് ജീവിതാനുഭവങ്ങൾ നാം അനുഭവിക്കുന്നത് എന്ന് നമ്മളിൽ പലരും അറിയുന്നില്ല. ഇതെന്തിനാണ് അറിയുന്നത്? സ്വതന്ത്രമായ ബോധത്തിന് സർവശക്തി ഉള്ളത് കൊണ്ട് നമുക്ക് ആ ബോധത്തെ തിരിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും അതിന്റെ അറ്റൻഷൻ, അതിന്റെ ഡയറക്ഷൻ മാറ്റാം. അങ്ങനെ ആർക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് അവരുടെ ദുരിത, ദുഃഖ, വിഷമ, വിഷാദങ്ങളെ എളുപ്പത്തിൽ മറികടക്കാം. നോക്കൂ, ഇതിൽ പരം ഒരു മരുന്ന് ലോകത്തിലുണ്ടോ? ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എന്തിനാ ഇത്രയൊക്കെ നമ്മൾ അറിയുന്നത്? സത്യത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും കാരണം, അനാവശ്യമായി നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിന് കാരണം ഈ മാനസിക പിരിമുറുക്കം കൂടിയുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു പനി വന്നു എന്ന് വിചാരിക്കുക, അല്ലെ തലവേദന വന്നു വിചാരിക്കുക. ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ചില ആളുകളുടെ മനസ്സ് വളരെ അസ്വസ്ഥവോ, എന്തൊരു തലവേദന, അസഹനീയം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഒന്നുകൂടി പിരിമുറുക്കുണ്ടാക്കി, നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെ വലിച്ചു മുറുക്കി. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വേദന അനുഭവപ്പെടും. അപ്പൊ നിങ്ങൾക്ക് മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ തലവേദനയ്ക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ എടുത്ത് കഴിക്കണം. എത്രമാത്രം നിങ്ങൾ മനസ്സുകൊണ്ട് അസ്വസ്ഥരാണോ അത്രമാത്രം നിങ്ങളുടെ ന്യൂറോ സിസ്റ്റങ്ങൾ വലിഞ്ഞു മുറുകും, ആ പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കും. ഈ വലിഞ്ഞു മുറുകും തോറും നിങ്ങളുടെ ശരീരം കംപ്ലീറ്റ്ലി ഇങ്ങനെ ടൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വേദനയൊക്കെ കൂടും. കാരണം നമ്മളിങ്ങനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനയുണ്ടാകും. നേരെ മറിച്ച് നിങ്ങളുടെ മനസ്സ് റിലാക്സ്ഡ് ആണെങ്കിൽ, സ്വസ്ഥമാണെങ്കിൽ, നിങ്ങളുടെ ന്യൂറോ സിസ്റ്റവും നിങ്ങളുടെ നാഡീ സിസ്റ്റങ്ങളൊക്കെ അയഞ്ഞു കിടക്കും, സ്വസ്ഥമായിട്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേദനയുടെ തീവ്രത കുറയും. അപ്പൊ നോക്കൂ, രോഗങ്ങൾ പോലും നമുക്ക് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കണമെങ്കിൽ
വേദനകളുടെ തീവ്രത കുറയ്ക്കണമെങ്കിൽ പോലും നമുക്ക് ഈ ബോധത്തെ നല്ല ചിന്തയിലേക്ക് തിരിച്ചുവിട്ട് നമ്മളെ അലട്ടുന്ന അസ്വസ്ഥതയിൽ മാറി നിൽക്കാൻ പറ്റണം. അപ്പോഴാണ് മനസ്സ് സ്വസ്ഥമാകുന്നത്, ശാന്തമാകുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇത് നാം മനസ്സിലാക്കി ജീവിച്ചാൽ നമ്മുടെ ശാരീരിക രോഗങ്ങളെ കൊണ്ടുള്ള അസ്വസ്ഥതകളാവട്ടെ, ഇനി മറ്റുള്ളവരുണ്ടാക്കുന്ന വിഷമങ്ങളാവട്ടെ, ആരെങ്കിലും നിങ്ങളെക്കുറിച്ചൊരു കമന്റ് പറഞ്ഞു, ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അയാളെ മുഴുവൻ ഇല്ലാതാക്കാൻ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ട്. നല്ല സിനിമകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ, ചിലർ വളരെ സെൻസിറ്റീവാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും അയ്യോ എന്നെങ്ങനെ പറഞ്ഞു, അങ്ങനെ ആകെ മാനസികമായിട്ട് തളരുന്നവരാണ്. ഇങ്ങനെ ലോകം പരിഹസിക്കുന്നു, ശരീരം അസ്വസ്ഥമാക്കുന്നു, നിങ്ങൾക്ക് സാമ്പത്തികമായോ കുടുംബപരമായോ ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഇതിലൊക്കെ സംഘർഷങ്ങളും അസ്വസ്ഥതകളും വേദനകളും വിഷമങ്ങളും വിഷാദങ്ങളും കുത്തി നിറച്ച് ജീവിച്ചിട്ട് നിങ്ങൾ എന്ത് ജീവിതമാണ് ആസ്വദിക്കുന്നത്? കാരണം ജീവിതം ആസ്വദിക്കണമെങ്കിൽ വളരെ അയഞ്ഞു കിടക്കുന്ന സ്വസ്ഥമായ ശാന്തമായ സമാധാനമുള്ള സ്വസ്ഥതയുള്ള ഒരു മനസ്സ് വേണ്ടേ? ആകെ കലങ്ങി മറഞ്ഞിരിക്കുന്ന ഒരു മാനസിക അന്തരീക്ഷത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിതം ആസ്വദിക്കും? ഒരു വശത്ത് നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതമൊക്കെ സുന്ദരം, അങ്ങേറ്റം അടിപൊളി തകർത്തങ്ങനെ ഉഷാറാക്കുക. വേറെ വശത്ത് യാഥാർത്ഥ്യം മനസ്സ് മുഴുവൻ കലങ്ങി മറഞ്ഞ് ഇരുണ്ടടച്ച വേദനകളും പരിഭവങ്ങളും പ്രയാസങ്ങളും. എന്ത് ജീവിതം? സ്വപ്നം കാണുന്നത് എവിടെ, യാഥാർത്ഥ്യം എവിടെ? വല്ല ഇതുണ്ടോ? നമ്മളെ ഇന്നത്തെ ഭാഷയിൽ പറയാം തള്ളുക എന്നാണ്. തള്ളുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരിങ്ങനെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളും. പക്ഷെ 5 കൊല്ലത്തിന്റെ ഉള്ളിൽ ആ തള്ളിയതിൽ 1% കാര്യം പോലും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതുപോലെ നമ്മളിങ്ങനെ വലുതൊക്കെ സുന്ദര സ്വപ്നങ്ങളിലൂടെ വലുതൊക്കെ അങ്ങനെ മോഹിക്കും. പക്ഷെ യാഥാർത്ഥ്യം നമ്മുടെ മനസ്സ് മുഴുവൻ അസ്വസ്ഥവും കലങ്ങി മറഞ്ഞതും ഇരുണ്ടടഞ്ഞതും ആകെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇത് തമ്മിൽ യോജിക്കും. നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിന് യാത്ര ചെയ്യാൻ അനുയോജ്യമായൊരു വാഹനം വേണ്ടേ? ആ വാഹനം ഓടിക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നം കണ്ടിട്ട് എന്ത് കാര്യം? വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി ഒരു വാഹനമായിട്ട് നിങ്ങൾ യാത്രയ്ക്ക് എടുക്കും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സാണ് വാഹനം. നമ്മൾ അറിയുന്നില്ല. ശരീരം മാത്രമല്ല വാഹനം, മനസ്സാണ് വാഹനം. ആ മനസ്സിന്റെ മൂഡ് പോയാൽ, ആ മനസ്സിന്റെ താല്പര്യം പോയാൽ, ആ സമയത്ത് നിങ്ങൾക്ക് യാത്ര ബോറടിച്ചു, യാത്ര വിരസമായി, മടുത്തു. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സിനെ എങ്ങനെ നമുക്ക് മുഷിപ്പിൽ നിന്നും എല്ലാവിധ അസ്വസ്ഥതയിൽ നിന്നും പുറത്തു കൊണ്ടുവരാം? അതിന് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിവുള്ള സ്വതന്ത്രമായ ശക്തിയുള്ള ബോധം. ആ ബോധശക്തിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടുക. അതാണ് നമുക്ക് ചെയ്യാവുന്നത്. അതിനാണ് ചില കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും വെച്ച് ജീവിക്കണമെന്ന് ആവർത്തിച്ച് പറയും. നിങ്ങളൊരു കൃത്യനിഷ്ഠയോടുകൂടി എണീറ്റ് കുറച്ചു നേരം പ്രാണായാമവും പ്രണവവും ജപവും അങ്ങനെ പരിശീലിച്ച് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവരികയാണെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞു കാലേന ആത്മനിവിന്ദതി, കാലേന കാലം കൊണ്ട് ഈ പ്രാക്ടീസ് അങ്ങനെ നിരന്തരം നിങ്ങളിൽ നടക്കുമ്പോൾ ആ മൊമെന്റം, ആ പ്രയത്നം, ആ പ്രവൃത്തി, ആ ചലനം നിങ്ങളിൽ ശക്തിയെ രൂപപ്പെടുത്തും. ആത്മശക്തി, ആന്തരിക ശക്തി. അപ്പൊ നിങ്ങളിൽ തന്നെ ആ ശക്തി രൂപപ്പെടുത്തും. സാധന നിങ്ങൾക്ക് ആത്മശക്തി തരും. വേദനയും വിഷമവും നിങ്ങൾക്ക് ശക്തിയെ ചോർത്തിക്കളയും. കാരണം വേദന, വിഷമം എന്നത് എപ്പോഴും നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ ദൗർബല്യമാണ്. ദൗർബല്യം എപ്പോഴും പുറത്തേക്കാണ്. കാരണം നമുക്ക് ആരോടൊക്കെയുള്ള വിഷമം, ആരോടൊക്കെയുള്ള പ്രതിഷേധം, ആരോടൊക്കെയുള്ള ഒരു വിരോധം, വിദ്വേഷം, ഇതൊക്കെ പുറത്തേക്ക് അങ്ങനെ ഒഴുകുകയാണ്, പുറത്തേക്ക്. എന്നാൽ നാം സാധന അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ബോധശക്തിയുടെ തീവ്രത കൂടി വരികയാണ്. ബോധത്തിന്റെ ശക്തി കൂടുക എന്ന് പറഞ്ഞാൽ ബോധത്തോടടുക്കുന്ന മനസ്സിന്റെ ശക്തി കൂടുന്നു. അല്ലാതെ ബോധത്തിന് ശക്തി ഉള്ളതുകൊണ്ടാണ് മനസ്സിന് ശക്തി കിട്ടുന്നത്. പക്ഷെ ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് ബോധശക്തി കൂടുന്നു എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് ബോധത്തോടടുത്ത് നിങ്ങൾ ബോധപൂർവം സാധന ചെയ്യുന്ന സമയത്ത്
നിങ്ങളുടെ മനഃശക്തി നിരന്തരം കൂടും. മുല്ലപ്പോമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ നല്ലതിനോട് അടുക്കുമ്പോൾ ആ മാനസിക ശക്തിയും വർദ്ധിക്കും. ഇപ്രകാരം മാനസിക ശക്തി വർദ്ധിച്ച് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ജീവിതം വളരെ 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 ലാഘവത്തോടെ ജീവിക്കാവുന്നതേ ഉള്ളൂ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും, പക്ഷെ നമ്മൾ അതിനെ അയവിറക്കുന്നത് എന്തിനാണ്? അതിനെ സ്മരിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടാണ് ആളുകൾ സ്മരിക്കുന്നത്? അവർക്ക് അതിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പുറത്തു വരാൻ പറ്റുന്നില്ല? പുറത്തു വരാൻ പറ്റുന്ന ജീവിത ഒരു സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആത്മബലമില്ല, മനോബലമില്ല. അതുകൊണ്ടാണല്ലോ ഈ വിഷമം വേദന അനുഭവിക്കുന്നവർ എനിക്ക് ഒന്നിനും ഒരു ശക്തിയില്ല, ഒന്നും നേരിടാനുള്ള ഒരു കരുത്തില്ല. അപ്പൊ ആ കരുത്ത് അവർ വികസിപ്പിച്ചിട്ടില്ല. കരുത്ത് വികസിപ്പിക്കാതെ പ്രയത്നിക്കാതെ ഒരു പ്രോസസ്സിലൂടെ പ്രക്രിയയിലൂടെ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാതെ എങ്ങനെ അത് കിട്ടും? താനെ ദൈവം കൊടുക്കുന്നു കരുതിയോ? അപ്പൊ ഈ ശക്തി വിശേഷത്തെ നമ്മൾ നിരന്തര പരിശീലനത്തിലൂടെ കാലേന, ആ വാക്ക് മറക്കരുത്, കൃഷ്ണൻ പോലും അതാ പഠിപ്പിക്കുന്നത്. അല്ലാതെ കൃഷ്ണൻ അത് ശ്രീകോവിലിന്റെ അകത്തുനിന്ന് ഷീറ്റ് വഴിപാട് ഷീട്ടാക്കി തരാന്ന് പറഞ്ഞിട്ടില്ല. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ പുഷ്പാഞ്ജലിക്ക് എഴുതി ഷീട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തിരുമേനി 2 പൂവിടുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ ശക്തിയും അങ്ങോട്ട് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടില്ല. കാലേന, കാലേന, കാലേന മീൻസ് കാലം കൊണ്ട്, നിങ്ങളുടെ സാധന ശക്തി കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സാധന പ്രയത്നം കൊണ്ട്, സാധനാശീലം കൊണ്ട് അതൊരു ശീലമാക്കിയെടുത്താൽ കാലേനാത്മനിവിന്ദതി, ആത്മനിവിന്ദതി, ഈ മനോബലം, ഈ ആത്മശക്തി നിങ്ങളിൽ രൂപപ്പെടും, നിങ്ങളിൽ സംജാതമാവും, നിങ്ങളിൽ വികസിക്കും. അങ്ങനെ നിങ്ങളിൽ കിട്ടുന്ന ഈ ശക്തി വിശേഷം മതി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ മറികടക്കാൻ. അപ്പോ ഈ നിരന്തര സാധന ചെയ്യുന്ന ആളുകൾക്ക് അവനവന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാനും അതിൽ നിന്ന് തന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് തന്റെ ബോധമണ്ഡലത്തെ സാധനയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ആ സാധനയിൽ അങ്ങനെ മുഴുകി, ഒന്നിലും മുഴുകുമ്പോൾ മറ്റൊരു കാര്യം മറക്കും. അതാണ് കാര്യം. ഒരു ചിന്തയിൽ വ്യാപരിക്കുമ്പോൾ വേറെ ചിന്ത നാം മറന്നുപോകും. നമ്മുടെ ജീവിതത്തിലെ അനുഭവമല്ലേ. പലപ്പോഴും നിങ്ങളൊക്കെ ശ്രദ്ധ വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ വെക്കുമ്പോൾ വേറെ കാര്യം മറന്നു പോകാറുണ്ട്. ഈവൻ നിങ്ങൾ ഫോണെടുത്തു, മൊബൈൽ എടുത്തു, ആ സമയത്ത് അത്യാവശ്യം ഒരു നിങ്ങളെ കാണാൻ വേണ്ടി ആരോ വന്നു, അതിന്റെ ഒരു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തി, ആ ഒരു ബഹളത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ മൊബൈൽ എവിടെയാ വെച്ചത് എന്നുള്ള മറന്നുപോയി. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൊബൈൽ പോലും നിങ്ങൾ മറക്കുന്നതിന് കാരണം വേറെ ഒന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞ് അതിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം മറന്നു പോകാറില്ല. ഇങ്ങനെ എന്തെല്ലാം നമ്മൾ കടയിൽ പോയി വാങ്ങിക്കാൻ മറക്കുന്നു, അതുപോലെ പല സാധനങ്ങളും വഴി പലയിടത്തും വെച്ച് മറക്കുന്നു. നമ്മൾ തന്നെ പറയാറുണ്ട്, എനിക്ക് ഓർമ്മയിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി, ആ സമയത്ത് മറന്നുപോയി. ഇങ്ങനെ മറന്നു പോകുന്ന, അതും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ അമ്മമാരെ ഇക്കാര്യത്തിൽ എടുത്തു പറയണം. ഈ ക്ഷേത്രത്തിന്റെ അടുത്തെത്തിയ അവർക്ക് ഒരു തരം ചെറിയൊരു ഭക്തിഭ്രാന്തി തലയ്ക്കുകയാണ്. അപ്പോഴേക്കും ചെരുപ്പ് അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ടിട്ട് ഒറ്റ ഓട്ടാണ് അമ്പലത്തിന്റെ അകത്തേക്ക്. തിരിച്ചു വന്നാൽ കാണാൻ എങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ചെരുപ്പ്. ഹേയ്, ഇതെവിടെ കൊണ്ടുവച്ചത് ഓർമ്മയില്ല. കാരണം ആ സമയത്ത് പരിസരം പോലും മറന്നു ഓടുകയാണ്. പിന്നെ വന്ന് ഇപ്പൊ വളരെ കുറവാണ്, കാരണം ഇപ്പൊ നമുക്ക് ക്ലോക്ക് റൂമുകളും കൊണ്ടുവയ്ക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആയിട്ട്. എന്നാലും ഇത്തരം രസങ്ങളൊക്കെ എപ്പോഴേയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവനവന്റെ ചെരുപ്പ് മറക്കുക, അല്ലെങ്കിൽ ബാഗ് മറക്കുക, പല സാധനങ്ങളും വെച്ച് മറക്കുക. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? ഈ മറക്കുക എന്ന് പറയുന്നത് മറന്നതല്ല വാസ്തവത്തിൽ, വേറൊന്ന് ഓർത്തപ്പോൾ ഈ കാര്യം കൂടി ഓർമ്മയിൽ വന്നില്ല. ഇപ്പൊ വേറൊരു കാര്യത്തിൽ മനസ്സ് സജീവമായപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സ് വിട്ടുപോയി. ഇത് നമ്മുടെ ലൗകിക ജീവിതത്തിൽ ശരിയാണെങ്കിൽ, നാമസങ്കീർത്തനാദികളിൽ നിങ്ങൾ വ്യാപരിക്കുമ്പോൾ, അതിൽ മുഴുകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മറക്കാൻ പറ്റില്ലേ? സ്വയം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ലേ? അപ്പൊ അതുകൊണ്ട് നല്ല ചിന്തകളിൽ നമ്മളെ വ്യാപരിപ്പിക്കണം, അതിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നമുക്കുള്ളൊരു സാധന. അപ്പൊ അതെങ്ങനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് കൃഷ്ണൻ തുടർന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് 39ാമത് ശ്ലോകത്തിലേക്ക് കടക്കാം. 4-ാമത്തെ 39ാം ശ്ലോകം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ഒന്നുകൂടി ചൊല്ലാം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം
അചിരേണാധിഗച്ഛതി. ഓരോ വാക്കുകളും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വാക്ക് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ, സ്മൃതിപഥത്തിൽ കുറിച്ചു വെക്കണം. വീട്ടിലെവിടെങ്കിലൊക്കെ ഒന്ന് എഴുതി വെക്കുക. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ എൻകാർവ് ചെയ്ത് വെക്കേണ്ട ഒരു വാക്കാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. എന്തൊരു കണ്ടുപിടുത്താണ് നോക്കൂ നിങ്ങള്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാരുടെ തീഷ്ണമായ ഏകാഗ്രമായ ബുദ്ധി കൊണ്ട് അവര് കണ്ടെത്തിയിരിക്കുന്ന ജീവിതത്തിന്റെ പല കണ്ടെത്തലുകളും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് ഈ കേരളം ലോകത്തിന്റെ നെറുകയിലെത്തുമായിരുന്നു. ഇന്ന് നെറുകയിൽ തല്ലുന്ന കുറെ കുട്ടികളെ സൃഷ്ടിക്കാനെന്നല്ലാതെ, കൊടി പിടിച്ചുകൊണ്ട് തമ്മിൽ കുത്തിക്കൊല്ലാൻ കുറെ യുവാക്കളെ, യുവതി സമൂഹത്തെ സൃഷ്ടിക്കാമെന്നല്ലാതെ ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എത്ര തരം താഴ്ത്തി രാഷ്ട്രീയക്കാരെന്ന് നോക്കൂ. ബുദ്ധിപരമായി വികസിക്കേണ്ട സമയത്ത് കൊടിയും പൊടുത്തുകൊണ്ട്, ബീഡിയും വലിച്ചുകൊണ്ട്, പുരോഗമനവാദികളെന്ന് ചിന്തിച്ച് അവസാനം സമൂഹത്തിലെങ്ങും എത്താതെ തെരുവ് നായ്ക്കളെ പോലെ പാവം പിന്നീട് ജീവിതം തുലച്ചു കളയുന്നവരാണെന്ന് ഈ യുവാക്കൾ അറിയുന്നല്ലോ. അവര് ലോകത്തെ ഒന്നും നോക്കുന്നില്ലല്ലോ. കഷ്ടം. ലോകം ഇന്ന് എത്തി നിൽക്കുന്നത് 5th ജനറേഷൻ ടെക്നോളജിയിലേക്കാണ്. 5G എന്നൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ലോകം ഇന്ന് ഹൈ ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കൊടി പിടിച്ച സമരമാണ്. അവകാശങ്ങൾ നേടിയെടുക്കുകയാണ്. പാവം അറിയുന്നില്ല. ആര് തരും ഈ അവകാശം? എന്തവകാശം ആര് തരും? എറണാകുളത്ത് കുറെ കെട്ടിടങ്ങള് പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും നോക്കാതെ അങ്ങോട്ട് കെട്ടി. നല്ല ലക്ഷൂറിയസ്, അങ്ങേയറ്റത്തെ ഹൈ എൻഡ് ലക്ഷൂറിയസ് ആയിട്ടുള്ള കുറെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. അങ്ങനെ അത് പരിസ്ഥിതി ലംഘനം ചെയ്തു എന്ന് സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതിക്ക് ഒരു ദാക്ഷിണ്യം ഉണ്ടായില്ല. സുപ്രീം കോടതി പറഞ്ഞു പൊട്ടിച്ചേ പറ്റുള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അവരുടെ ഒരു വിവരക്കേട് നോക്കണം. ഘോരം അവിടെ ചെന്ന് പ്രസംഗിക്കുകയാണ്. നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങളാരും അനാഥരാവില്ല, നിങ്ങളെ ആരും വഴിയിലേക്ക് ഇറക്കി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒക്കെ സുപ്രീം കോടതി കാറ്റിൽ പറത്തി കൊടുത്തു. ഇവരുടെയൊക്കെ വാക്കുകൾക്ക് പോലെ വിലയുണ്ടോ? തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? 3 കെട്ടിടങ്ങൾ ഡിം 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 കിടക്കുന്നത് താഴെ. ഒരു അവകാശവും സംരക്ഷിക്കാൻ ഒരുത്തനും ഉണ്ടായില്ല. ഇന്നും നാണം കെട്ട് പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയക്കാർ ജീവിക്കുന്നു. അതാണ് അത്ഭുതം. നഷ്ടപ്പെട്ടവൻ ഇന്നും തെരുവിൽ നടക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നത്. ഈ യുവത്വം തിരിച്ചറിയുന്നില്ല. അന്ധമായ രാഷ്ട്രീയം തലയിലേറ്റിക്കൊണ്ട് അവകാശങ്ങൾ നേടിത്തരും എന്നും പറഞ്ഞ് നടക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ നേരത്തെ പറഞ്ഞ അവകാശങ്ങളുള്ളൂ. നിയമങ്ങളും അതുപോലെ തന്നെ ലോകത്തിന്റെ വികസനത്തിന്റെ മുന്നിൽ നിങ്ങളുടെ നേതാക്കന്മാരെ ഒക്കെ നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങളെ പുറകോട്ട് വലിച്ച് അങ്ങ് തെരുവിന് ആധാരമാവരുത്. നിങ്ങളുടെ കഴിവുകളെ, സാമർത്ഥ്യത്തെ വളർത്തിയെടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, സ്കൂളുകളിലും കോളേജുകളിലും എഴുതി വെക്കേണ്ട, വീടുകളിലും എഴുതി വെക്കേണ്ട, വിദ്യാർത്ഥികളുള്ള അവർ പഠിക്കുന്ന മുറിയിൽ എഴുതി വെക്കേണ്ട ഒരു വാക്കാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. എന്തൊരു മനോഹര വരികളാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. നമ്മുടെ ഉപനിഷത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മുടെ പല സ്ഥാപനങ്ങളും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചൊരു വാക്കാണ് മുണ്ടകോപനിഷത്തിൽ എടുത്തിരിക്കുന്ന സത്യമേവ ജയത്തെ. അത് ഉപനിഷത്ത് വാക്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത്. സത്യമേവ ജയത്തെ, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അതുപോലെ പല യൂണിവേഴ്സിറ്റികളും പലരും ഇത്തരം വാക്കുകൾ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം LIC ഇൻഷുറൻസ് കമ്പനി, യോഗക്ഷേമം വഹാമ്യഹം ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെ പല ഓർഗനൈസേഷനും പല യൂണിവേഴ്സിറ്റികളും ഒരുപാട് എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള വാക്കുകൾ. കർമ്മണ്യേവാധികാരസ്ഥ എടുത്ത യൂണിവേഴ്സിറ്റി ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു നിർമ്മായ ശ്രീ എന്നൊരു വാക്ക്, നമ്മുടെ വേദത്തിൽ നിന്ന് എടുത്താണ്. അത് കണ്ടിട്ട് ഒരു വിദ്വാൻ ചോദിക്കുകയാണ്, ഇത് നിർമ്മാണം കുമ്മായത്തിൽ ഉണ്ടാക്കിയെന്നാണോ?
അത്ര വിവരമുണ്ട് നമ്മുടെ ആൾക്കാർക്ക്. സംസ്കൃതത്തിന്റെ ഒരു മഹത്വം പോലും അറിയാത്ത കുറെ വിഡ്ഢികൾ സമൂഹത്തിലുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ജ്ഞാനം മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് ജ്ഞാനങ്ങൾ വേണം. ദ്വേ വിദ്യേ വേദിതവ്യേ, രണ്ട് വിദ്യകൾ വേണം. ഒന്ന് അപരാവിദ്യ, അതാണ് നാം ഇന്ന് പറയുന്ന സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി, ടെക്നോളജി, പിന്നെ എല്ലാ പ്രൊഫഷണൽ അറിവുകളും നമ്മൾ അതിനെ വിളിക്കേണ്ടത് അപരാവിദ്യ എന്നാണ്. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ച വിദ്യയാണ് അപര. ഇനി നമുക്ക് അപരാവിദ്യ മാത്രം പോരാ, ദ്വേവിദ്യ, രണ്ട് വിദ്യ ഉണ്ടല്ലോ. പരാച്ച, പരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ബോധമനസ്സിനെ കുറിച്ചുള്ള വിദ്യ. അപ്പൊ നമ്മൾ വിദ്യയെ ഒരു 360 ഡിഗ്രിയുള്ള ഒരു വൃത്തമാക്കി വെച്ചാൽ, ബോധമനസ്സില്ലെങ്കിൽ, ബോധബുദ്ധി അല്ലെങ്കിൽ ബോധമനസ്സ് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അപരാവിദ്യ പഠിക്കാൻ പറ്റും? നിങ്ങൾ രാവിലെ ഉണർന്നു വരുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ബോധം ഉണരുന്നില്ല എങ്കിൽ, കോൺഷ്യസ്നെസ് എന്ന സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ? സ്കൂളിൽ പോകാൻ പറ്റുമോ? പഠിക്കാൻ പറ്റുമോ? എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയണോ നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിക്കണം, ബുദ്ധി പ്രവർത്തിക്കണം, നിങ്ങളുടെ ബുദ്ധിയിലേക്ക് ഇതൊക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്ന് ഉണരണ്ടേ? അപ്പൊ നിങ്ങളുടെ ബോധം ഉണരുന്നു, അല്ലെങ്കിൽ ബോധ മനസ്സ് ഉണരുന്നു. അപ്പൊ ആ ബോധ മനസ്സിലൂടെയാണ് നിങ്ങൾ അപരാവിദ്യ ആർജിക്കുന്നെങ്കിൽ അപരാവിദ്യയും അറിയണം, ഈ ഉണർന്നു വരുന്ന ബോധ മനസ്സിനെയും അറിയണം. അതാണ് പരാവിദ്യ. അപ്പോഴാണ് ഒരു 360 ഡിഗ്രി ഒരു വൃത്തം പൂർണ്ണമാവുക. അതിന്റെ 180 ഡിഗ്രി അപരാവിദ്യയാണെങ്കിൽ അതിന്റെ 180 ഡിഗ്രി പരാവിദ്യയാണ്. ഈ ഒരു കൺവിക്ഷൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇല്ലാതെ പോയി, വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ഇല്ലാതെയായി പോയി. അവനവന്റെ ബോധ മനസ്സുകൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ് ഈ അറിവുകളൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് അവനവന്റെ ബോധ മനസ്സിനെ കുറിച്ച്, ബുദ്ധിയെ കുറിച്ച് അവനവനൊരു അറിവ് വേണം. ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോളേജ്, ഏത് സ്കൂളുകളാണ് പഠിപ്പിക്കുന്നത്? കഷ്ടം തോന്നും. നമ്മുടെ വിദ്യാഭ്യാസം ഇത്ര അധപ്പതിച്ചു പോയതില്. വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്ത ആളുകള് ആ വ്യക്തിയിലെ ബോധ മനസ്സിനെ വികസിപ്പിക്കാനായി ഒന്നും ചെയ്തില്ല. അതിന്റെ ദുരന്തങ്ങളാണ്, പാർശ്വഫലങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ബുദ്ധിയിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും മനസ്സിൽ നടക്കുന്ന പല പ്രശ്നങ്ങളാണ്. എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാൻ പറ്റില്ല, അതിന് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അപകർഷതാബോധം, പലർക്കും എന്നെക്കാളും പഠിക്കാൻ പറ്റുന്നു എന്നുള്ള അസൂയ, അവരുടെ പഠിത്തത്തെ കാണുമ്പോൾ അസൂയ, മത്സരങ്ങളിൽ തനിക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും തോൽപ്പിക്കാൻ കഴിവുള്ള ഒരാളാണെന്നുള്ളൊരു ദുരഭിമാനം, ഇങ്ങനെ പല ചിന്തകളും നിറഞ്ഞിരിക്കുന്ന ആ മനസ്സിൽ നിന്ന് ആ വ്യക്തിത്വത്തെ ഒന്ന് ഉയർത്താൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് സാധിക്കാത്തത് കൊണ്ടല്ലേ ഇന്ന് പ്രണയ നൈരാശ്യത്തിലും പരാജയ ഭീതിയിലും പരാജയ ചിന്തയിലും ഒക്കെ മനുഷ്യ മനസ്സ് കലുഷിതമായി യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും കോളേജുകളിലും യുവാക്കളും യുവതികളും ആത്മഹത്യ ചെയ്യുന്നത്? ഈ സിലബസ് ഉണ്ടാക്കിയ ആളുകളാണ് അതിന് ഉത്തരവാദി. നമ്മുടെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്ത ഈ വിദ്യാഭ്യാസ വിചക്ഷണരെന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വെറും പുസ്തകം മാത്രമാണ് വിദ്യ എന്ന് കരുതുന്ന ഇത്തരം ബുദ്ധിശൂന്യത കാണിച്ച ആളുകളാണ് ഇതിന് ഉത്തരവാദി. അപ്പൊ നമുക്ക് രണ്ട് വിദ്യയും പഠിക്കണം. ഒന്ന് അപരാവിദ്യയും, രണ്ട് പരാവിദ്യയും. അവനവന്റെ ബോധ മനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസം എങ്ങനെ പുറത്തു കിടക്കാൻ പറ്റും? ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അറിയില്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവാം, ഗൈഡ് മേടിക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് എവിടെ ട്യൂഷൻ ഉള്ളത്? ഒരുപക്ഷെ കൗൺസിലിംഗ് ഉണ്ടെന്ന് നിങ്ങൾ പറയും, ഒരു സൈക്യാട്രിസ്റ്റ് ഉണ്ടെന്ന് പറയും. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെന്താ വഴിയുള്ളത്? അപ്പൊ അതുകൊണ്ട് ഈ ബോധ മനസ്സിനെ കുറിച്ച് നമുക്ക് തന്നെ പഠിക്കാൻ വിദ്യാഭ്യാസത്തിൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപരാവിദ്യയും പരാവിദ്യയും. നാരായണ ഗുരുദേവൻ ഇത് രണ്ടും സമന്വയിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആത്മോപദേശ ശതകത്തിൽ അദ്ദേഹം പറയും, പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു നൂറ്റാണ്ട് അരനൊടി നിമിഷം പോലെ തോന്നും. അറിവ് അപരാപ്രകൃതിക്ക് വിധേയമായാൽ
ഒരു അരനുടി ഒരു നൂറ്റാണ്ട് പോലെ തോന്നും. മനുഷ്യ മനസ്സിന്റെ ഈ ഒരു അവസ്ഥ വെറും അപരാവിദ്യ മാത്രമായാൽ ബോറടിച്ച് മനസ്സ് മുരടിച്ച് മരവിച്ച് അവസാനം നിങ്ങൾക്ക് ചത്തുപോവാം. നിങ്ങൾക്ക് പരാവിദ്യ കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ച്, നിങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച്, നിങ്ങളുടെ പ്രയാസങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്വസ്ഥതയും ശാന്തിയും സുഖവും സന്തോഷവും കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അതുകൊണ്ട് അപരാവിദ്യയോടൊപ്പം പരാവിദ്യ, ദ്വേവിദ്യ, രണ്ട് വിദ്യകളെ, രണ്ട് ജ്ഞാനം ഉണ്ടാകും. ഇനി അപരാവിദ്യയെക്കുറിച്ച് നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളല്ല അവർക്ക് കിട്ടുന്നത്. കാരണം മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ വിഭജിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഇഷ്ടമുള്ളതാക്കി തീർക്കാം?